സിനിമാ മോഹം തന്നെയായിരുന്നു ആദ്യം തൊട്ട്, അതിന് സംശയമൊന്നുമില്ല. അന്നും ഇന്നും എപ്പോഴും സിനിമാ മോഹം തന്നെയാണ് അത്. എനിക്ക് തോന്നുന്ന വളരെ ചെറുപ്പം കാലം തൊട്ടേ നമ്മൾ കള്ളത്തരം പറയുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സിനിമ പറയുന്ന സമയത്തൊക്കെ നമ്മൾ വേറൊരാളുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ അവർ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ അവിടെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് ഈ പണി നമുക്ക് പറ്റുന്ന പണിയാണല്ലോ എന്ന്. ഞാൻ ഒരിക്കലും അഭിനയിക്കാൻ ചാൻസ് പോയിട്ടില്ല. ഞാൻ അസിസ്റ്റന്റ് ആകാൻ വേണ്ടി ചാൻസ് ചോദിച്ചു പലരിടത്തും പോയിട്ടുണ്ട്. അങ്ങനെ സിനിമയില് വിജയേട്ടൻ, വിജയ് തമ്പി, ഇസ്മയിൽ ഹസൻ, വിജയേട്ടന്റെ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് സാലു ജോർജ് സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു, അസോസിയേറ്റ് ആയിരുന്നു. പുള്ളി ഒരു സിനിമ ചെയ്തു. പിന്നെ ലോയി സാറ്, അങ്ങനെ വി കെ പ്രകാശ്, ഇങ്ങനെ സിനിമകളിൽ ഞാൻ അസിസ്റ്റന്റും സഹസംവിധാനവും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമ കഴിഞ്ഞ് നമ്മൾ അടുത്ത സിനിമ എന്ന് പറയുന്ന സമയം വളരെ ലോങ് ഗ്യാപ്പാണ്. നമ്മളാണെങ്കിൽ വളരെ ചെറുപ്പവും. അപ്പൊ ആ സമയം കളയരുതെന്ന് വിചാരിച്ചാണ് അഡ്വർടൈസിങ്ങിൽ അസിസ്റ്റന്റ് ആകാമെന്ന് വിചാരിച്ച് വി കെ പ്രകാശിന്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മൾ അറിയാതെ തന്നെ ചില കാര്യങ്ങളിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്തു പോകും. എന്നാൽ തന്നെയും എനിക്ക് അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും അതേ ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. ഞാൻ ഇപ്പോഴും കഥ പറയുകയാണ്. അത് സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോമാറ്റിലാണെങ്കിലും ഞാൻ കഥ പറയാനാണ് ശ്രമം. അതുകൊണ്ട് എനിക്ക് കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നില്ല.